എന്തൊക്കെയായാലും കസിനല്ലേ എന്ന മൈൻഡിൽ ജാൻവിയുടെ കാലിലെ ഉളുക്ക് ബേല തന്റെ ഉള്ളിലെ തിരിച്ചറിഞ്ഞ പുതിയ പവർ വെച്ച് ഹീൽ ചെയ്ത് കൊടുത്തിട്ട് പോകുന്നെങ്കിലും അവരുടെ വാക്കുകളിലെല്ലാം ശക്തമായ സംശയമുണ്ട്. അവിടേക്ക് വരുന്ന അഡീബയോട് കൂടിയായി ഇപ്പോൾ ചെയ്ത ബുള്ളിങ് ഒരു ഫൺ മൈൻഡിലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് വലിയ സീനാക്കാതെ ബേല വിട്ടുകളഞ്ഞ് രാത്രി വീട്ടിൽ എത്തി ബ്ലോഗിലെ അന്നത്തെ ചിന്ത ജാൻവി പറഞ്ഞതേക്കുറിച്ചാണ്. ഫോക്കസ് ഇല്ലെങ്കിൽ പവർ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ജാൻവി പറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ അന്ന് കാർ ആക്സിഡന്റിൽ വെച്ച് ഒരു ഫോക്കസും ഇല്ലാതെ പാനിക് സിറ്റുവേഷനിൽ സ്വയം എങ്ങനെ ആ മുറിവണക്കാൻ കഴിഞ്ഞു? ബേല അതോടെ ജാൻവിയെ ഒളിഞ്ഞെന്ന് വീക്ഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പല സിറ്റുവേഷനിലും വാച്ച് ചെയ്യുന്നത് വഴി എത്തുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവളെ എന്തായാലും നമ്പാൻ കൊള്ളില്ല. പക്ഷേ ഫാമിലി സീക്രട്ടായ പവറിനെ പറ്റി ഇങ്ങനെ കളവ് പറയുന്നത് എന്തിനാണ്? അതിനർത്ഥം ഇത് ഫാമിലി സീക്രട്ട് അല്ല. അപ്പോൾ ഇതിൽ വേറെയും ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ബേലയുടെ പുതിയ സെർച്ച് ജാൻവിയുമായി നടക്കുന്ന റൺവീറിൽ ക്യാമ്പസ് ഫംഗ്ഷൻ ദിവസം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കെ കായയുടെ ഒരു പ്രശ്നം കണ്ട് ബേല ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നു. ഫംഗ്ഷനിൽ കായയുടെ കൊറിയോഗ്രാഫിയിൽ ഒരു പെർഫോമൻസ് ഉണ്ട്. മാത്രമല്ല കോസ്റ്റ്യൂം ഡിസൈനിലും അവന് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. എന്നാൽ പെർഫോം ചെയ്യേണ്ട ഷനായ എന്ന പെണ്ണ് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ ഭയങ്കര സീൻ. ഇത് ഡീൽ ചെയ്യാൻ ബേലയെ വിളിച്ച് അവളെത്തുമ്പോൾ കായ് അവളുമായി വഴക്കിലാണ്. വേറെ ആരെങ്കിലും റീപ്ലേസ് ചെയ്തോടെന്ന് ബേല ചോദിക്കുന്നെങ്കിലും അവളെ മെയിനാക്കി വെച്ചല്ലേ പ്രാക്ടീസ് ചെയ്തത്. ഈ ലാസ്റ്റ് ദിവസം വേറെ ആരെ കിട്ടാനാണ് പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ? അങ്ങനെ ബേല കോസ്റ്റ്യൂമിൽ കുറച്ച് മാറ്റം വരുത്തി തരാമെന്ന് സമാധാനിപ്പിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ അവളൊരു സംഭവം കാണുന്നു. ജാൻവിയും അലിയും മാറി നിന്ന് സംസാരിക്കുന്നത്. അവൻ്റെ കൺട്രോൾ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ കാര്യം ഫൈനൽ പ്രാക്ടീസ് ടൈമിൽ അഡീബ കൂടെ തന്നെയുണ്ട്. ഇതിനിടയിൽ ബഗ്ഗു അതുവഴി വന്ന് അബദ്ധത്തിൽ അലിയെ മുട്ടുന്നത് കണ്ട് അഡീബയ്ക്ക് പിടിക്കാതെ അവൾ കാണിക്കുന്ന പെരുമാറ്റത്തിൽ ദേഷ്യം മൂത്ത് സ്ക്രിപ്റ്റ് പേപ്പറും കുറിച്ച് കത്തിപ്പോയി. ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് സ്ക്രിപ്റ്റ് പേപ്പർ വേസ്റ്റ് ബിന്നിലിട്ട് പോകുന്നത് കാണുന്ന ബേല സംശയത്തോടെ വന്ന് എടുത്തു നോക്കുമ്പോൾ അതിൽ ബേൺ മാർക്സ് കാണുന്നതോടെ അവളുടെ മൈൻഡിലേക്ക് എത്തുന്നത് അന്നത്തെ പാർട്ടിയിൽ പുറത്തായി തീയുടെ പ്രകാശം കണ്ട ആ സിറ്റുവേഷൻ. അപ്പോൾ അലിക്ക് ഫയർ പവർ ഉണ്ടോ? എല്ലാം സത്യമായി വരുവാണോ? അപ്പോൾ ഇത് ഫാമിലി സീക്രട്ടല്ലെന്ന് കൺഫേം ആക്കുന്നു. ബഗ്ഗു സ്റ്റേജ് കൺട്രോളറാണ്. അഡീബ അലട്ടയിൽ മൂടാവടിച്ച് നിൽക്കുന്ന ബഗ്ഗുവിനെ രൺവീർ കാര്യം തിരക്കി ചില്ലാക്കുന്നത് കാണുന്ന ബേലയ്ക്ക് ഒരേ സമയം രണ്ടുപേരെ ഫ്ലഡ് ചെയ്യുന്നതും സംശയം. ബഗ്ഗു ബ്രോ വൈബ് ആണെന്ന് രൺവീർ പറഞ്ഞു നിൽക്കുമ്പോൾ കായ് ധൃതിയിലോടിയെത്തി കോസ്റ്റ്യൂം ചോദിച്ച് അതെടുത്തു കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ പിന്നെ ഇരുവരുടെയും ടോക്ക് കായിനെ കുറിച്ച്. മുമ്പ് പ്രാക്ടീസ് ടൈമിൽ കായിന് ചേട്ടന്മാരോട് ഒരു താല്പര്യമുള്ളതായി ബേല നോട്ടീസ് ചെയ്തിരുന്നു. അതേപ്പറ്റി രൺവീറിനോട് ചോദിക്കുന്നതിലും അവനൊന്നും അറിയില്ല. ഇക്കാലത്തും സെക്ഷുവാലിറ്റി ജഡ്ജ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അവന് അതിനെപ്പറ്റി തുറന്നു പറയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്നും സമയമാകുമ്പോൾ അവൻ തന്നെ എല്ലാവരുമായി പറയട്ടെ എന്നങ്ങനെ ഇരുവരും സംസാരിച്ചിരിക്കെ ഫംഗ്ഷനിലെത്തിയിട്ടുള്ള കാർത്തിക് ഫോണിൽ അഹാന്റെ തെരച്ചിലാണ്. പരം വന്ന് വെറുതെ ടെൻഷൻ ആവാമെന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കായ് വീണ്ടും പ്രശ്നത്തിൽ. ഷനായ ഈ ഡ്രസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അവസാന നിമിഷം പറഞ്ഞു പോകുന്നതിന് പിറകെ ഇത് കാണുന്ന ബേലയ്ക്കൊരു ബുദ്ധി തോന്നുന്നു. കായിനെ തന്നെ മെയിനാക്കി പരിപാടി നടത്തുക. അങ്ങനെ ബേല അവനെ മെരുക്കിയെടുത്ത് മേക്കപ്പ് ഇട്ട് സെറ്റാക്കുമ്പോൾ ബഗ്ഗു വീണ്ടും അലിയുമായുള്ള ആക്സിഡന്റിൽ അഡീബയുടെ ആക്ഷേപം കിട്ട വിഷമത്തോടെ പോകുന്നു. ഇതേസമയം കായയുടെ പരിപാടി എന്തായെന്ന് നോക്കാൻ വരുന്ന താനുവും ജാൻവിയും കാണുന്നത് ലേഡിയെ പോലെ പെർഫോമൻസിനായി വരുന്ന കായിയെ. അങ്ങനെ സ്റ്റേജിലേക്ക് സ്പെഷ്യൽ ഓപ്പണിംഗ് ആക്ടിനായി ഷനായെ വെൽക്കം ചെയ്യുമ്പോൾ ധൈര്യമായി ചെന്ന് പെർഫോം ചെയ്യാൻ ബേല കായിനെ തള്ളിവിടുന്നു. ഷനായുടെ സ്ഥാനത്ത് കായിനെ കാണുന്ന അവൻ്റെ അച്ഛനും കാർത്തിക്കിനും അലിക്കുമെല്ലാം അതിശയം. അവൻ്റെ പെർഫോമൻസ് ജാൻവി സന്തോഷത്തോടെ നോക്കി കാണുമ്പോൾ രൺവീർ മാറി നിന്ന് കരയുന്ന ബഗ്ഗുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബഗ്ഗുവിനെ കാണുന്നില്ലെന്ന് കൺട്രോളിംഗ് ടീം പറയുന്നത് കേട്ട് ബേല തിരക്കി പോകുമ്പോൾ സ്റ്റേജിൽ കായുടെ പെർഫോമൻസിൽ തകർത്ത് കൈയടി. പക്ഷേ താനുവിനും മറ്റുള്ളവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചാന്തപൊട്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കുന്നതിന് പിറകെ സ്റ്റേജിൽ നിന്നിറങ്ങിപ്പോകുന്ന കായ് മൈക്കുമായി തിരിച്ചെത്തി എല്ലാവരോടുമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ ഈ ഡ്രസ്സിൽ ഇപ്പോൾ ഇങ്ങനെ പെർഫോമൻസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് പലർക്കും ഒരു കാര്യം മനസ്സിലായി കാണും. കായ് ഈസ് ഗേ. ധരിച്ചിരിക്കുന്ന ഡ്രസ്സിലും ഇഷ്ടപ്പെടുന്ന കളറിലുമൊക്കെ വെച്ച് നിങ്ങൾ ഈ കാലത്തും ആൾക്കാരെ കളിയാക്കുന്നതെന്തിന്? ഞാൻ ഗേ തന്നെയാണ്, അതിൽ അഭിമാനിക്കുന്നു. ഇതെൻ്റെ ചോയ്സ്, എൻ്റെ പാഷൻ. താനും ഇത് കേട്ട് എണീച്ച് പോകുമ്പോൾ ജാൻവിക്കും മറ്റുള്ള കുട്ടികൾക്കും അവൻ്റെ ഡിസിഷനിൽ ആഹ്ലാദവും. അലിയെപ്പോലെ തനിക്കും പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സെൻസിറ്റീവ് ആകുകയാണെന്നും പറഞ്ഞ് ഞാൻ മെൻ്റലി ബ്ലോക്കായാൽ മിക്കവാറും ഈ പഞ്ചഗിരി മൊത്തത്തിൽ വെള്ളത്തിലാകുമെന്ന് മാനസികമായി വിഷമിക്കുന്ന ബഗ്ഗുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാം ഈ പവേഴ്സ് ഭാര്യമേറിയ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നും പവേഴ്സ് ഒരു ശാപമാണെന്ന് കാർത്തിക് അങ്കിൾ പറഞ്ഞത് നമ്മുടെ 4 പേരുടെ കാര്യത്തിലും സത്യമാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടേക്ക് എത്തുന്ന ബേല ഇത് കേൾക്കുന്നു. അതോടെ അവൾക്ക് മനസ്സിലാവുകയാണ് തനിക്ക് ചുറ്റും നിന്ന ഇവരൊക്കെയും പവേഴ്സുമായി നടക്കുന്നവരാണെന്ന്. അലി ഫയർ ആണെങ്കിൽ താനും ജാൻവിയും എർത്ത്. ഇപ്പോൾ ബഗ്ഗു പറഞ്ഞത് വെച്ച് അവൾ വാട്ടറും. വീട്ടിലെ അന്നത്തെ വ്ളോഗിൽ ബേലയ്ക്ക് മൊത്തത്തിൽ തലപുകച്ചിൽ. എലമെൻ്ററി പവേഴ്സ് ഇത് 4 എണ്ണവും അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പവർ അങ്ങനെ ഇരട്ടകളല്ലാത്ത 2 പേർക്ക് വരും. ജാൻവി ഇനി എല്ലാവരിൽ നിന്നും ഇത് ഒളിക്കുവാണോ? മാത്രമല്ല രൺവീർ ഇതിനെക്കുറിച്ച് ശാപമെന്നൊക്കെ പറഞ്ഞത് എന്താണ്? ബേല ആകെ കൺഫ്യൂഷനിൽ. കായ് തൻ്റെ സെക്ഷുവാലിറ്റി പബ്ലിക്കലി ഡിസ്ക്ലോസ് ചെയ്തപ്പോൾ തീർച്ചയായും അതവൻ്റെ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്. രാവിലെ അവൻ്റെ കയ്യിലെ ക്യൂടെക്സ് ഒക്കെ കണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡാഡിയും മമ്മിയും ഇത് തങ്ങൾക്കൊരു പുതിയ അനുഭവമാണെന്നും ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നതിലും ജാൻവി അതിനെ ശക്തമായി എതിർത്ത് കായ്ക്ക് സപ്പോർട്ട്. കായ് പോയി കഴിഞ്ഞ് ഇത് താൻ ഡീൽ ചെയ്യാമെന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞു പോകുമ്പോൾ തെറാപ്പിസ്റ്റിനെ കാണിക്കാമെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണെന്ന് ജാൻവിയും.
കാർത്തിക് അത്യാവശ്യമായ എന്തോ ഒബ്സർവേറ്ററി മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് നീ ഇപ്പോൾ ബേലയെ ചുറ്റിപ്പറ്റി നിൽക്കാൻ അവളോട് പറയുന്നത്. ബേല ഒരു ബ്രില്യൻ്റ് ആണ്. ചുരുക്ക സമയം കൊണ്ട് അവൾ പലതും കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്നാൽ മമ്മി ഇതേപ്പറ്റി പറയുന്നതിൻ്റെയും ജാൻവി ഉളുക്ക് സ്വയം ഹീൽ ചെയ്യാവുന്നതിൻ്റെയും കാര്യം ക്വസ്റ്റ്യൻ മാർക്കാണ്. ജാൻവി കായ്ക്കൊപ്പം ബേലയും കൂട്ടി ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഒബ്സർവേറ്ററി വാർ റൂമിലെ അടിയന്തര മീറ്റിംഗിൽ ആകെ പ്രശ്നമാണ്. ആവശ്യമില്ലാതെ എപ്പോഴും മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്തിനാണെന്നും എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പരം കാർത്തികിനോട് ചൂടാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് ആസ്മ പരമിനെ എതിർക്കുന്നു. താനുവിൻ്റെ ധൃതി കണ്ട് കാർത്തികിൻ ടെമ്പർ ആവുന്നതോടെ ഞാൻ ഇനി ഇതിലൊന്നും കിടന്ന് തല ചൂടാക്കുന്നില്ലെന്നും വിളിപ്പിച്ചത് ഇതിനാണെന്നും പറഞ്ഞ മെഡാലിയനോടൊപ്പം ഇത്തവണ ഒരു ബോക്സും എടുത്തു വെക്കുന്നു. ലോകത്തെ 5 പവേഴ്സ് പോലെ തന്നെ നെഗറ്റീവും ആപത്കരവുമായ മറ്റു ശക്തികളെക്കുറിച്ച് അറിയാമല്ലോ. അതിനെ ചെറുക്കാനുള്ള ഒരു തുറപ്പിച്ചിട്ടാണ് ഈ കാണുന്ന ബോക്സ്. 5 എലമെന്റ്സും ഒരുമിച്ച് ഒരേ സമയം ഇതിൽ തൊടണം. എന്നാലേ അത് തുറക്കാൻ കഴിയൂ. അതിനായി നമുക്ക് മുൻപിലുള്ളത് വെറും 6 ദിവസവും. ഇപ്പോൾ എന്താ ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ എന്ന് ചോദിച്ചാൽ, യുഗങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഈ ബോക്സിലെ കാലങ്ങളായി മൂടി വെച്ചിട്ടുള്ള ആ രക്ഷയെ വ്യാപിപ്പിക്കാൻ 5 എലമെന്റ്സ് മാത്രം പോരാ. അതിന് ശരിയായ സമയം ആവശ്യമാണ്. ആ സമയം ഈ നക്ഷത്രങ്ങളെല്ലാം ഒരു പ്രത്യേക അലൈൻമെന്റിൽ വരുന്ന ഈ നൂറ്റാണ്ടിലെ ഏക മുഹൂർത്തം. അതിന്നേക്ക് 6-ാം ദിവസമാണ്. കുട്ടികളെയും ലോകത്തെയും അപകടത്തിലാക്കാതിരിക്കാൻ ഈ ദിവസത്തിനുള്ളിൽ 5th എലമെന്റിനെ കണ്ടുപിടിക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയില്ല. ഫോക്കസിന്റെ പേരിൽ നീ കള്ളം പറഞ്ഞതല്ലേ എന്ന് ജാൻവിയെ പിടിച്ചു നിർത്തി സംസാരിക്കുന്ന ബേലയോട് എതിർത്തുകൊണ്ട് മുമ്പ് ഈ അടീബയുടെ പൊള്ളലൊക്കെ ഹീൽ ചെയ്തത് കണ്ടതല്ലേ എന്ന് ജാൻവി ഓർമ്മിപ്പിക്കുന്നു. ഞാനും അതിനു മുന്നേ അവളുടെ മുറിവിലൊക്കെ ഓയിൻമെന്റ് പുരട്ടിയ വഴിക്ക് തൊട്ടത് വഴിയാണ് പൊള്ളൽ ഹീലായതെന്നും പണി മുഴുവൻ ചെണ്ടയ്ക്ക്, ക്രെഡിറ്റ് നോക്കി നിന്ന് ജാൻവിക്ക് എന്ന് ബേലയുടെ സംസാരത്തിലൂടെ സകല കള്ളിയും വെളിച്ചത്തായതായി ജാൻവിക്ക് ബോധ്യം വരുന്നു. വെറുതെ പൊട്ടത്തരം പറയാമെന്ന് അവൾ എതിർക്കുന്നതിലും ബേല ഇക്കാര്യം ചുമ്മാ റൺവീറിൻ്റെയോ അലിയുടെയോ ബഗ്ഗുവിൻ്റെയോ അടുത്ത് അല്ലെങ്കിൽ കാർത്തിക് അങ്കിളിൻ്റെയോ ആസ്മ ആൻറ്റിയുടെയോ അടുത്ത് പോയി പറയാമെന്ന് നടന്നു നീങ്ങുന്നതോടെ ജാൻവിയുടെ സകലമാനം സ്വസ്ഥതയും നഷ്ടപ്പെട്ട് താനുവിനെ വിളിക്കുന്നു. 6 ദിവസത്തിന് ശേഷമുള്ള രാത്രി അവസാനിക്കുന്നതിന് മുമ്പുള്ള 12 മിനിറ്റിലാണ് നക്ഷത്രങ്ങളുടെ അലൈൻമെന്റ് കൃത്യമായി വരുന്നതെന്നും ബോക്സ് തുറക്കാൻ ശേഷിക്കുന്ന ആകെ സമയം ഇതാണ് നമ്മളെ കാർത്തികിന്റെ ക്ലാസ്സിൽ നിൽക്കുന്ന താനു ഈ കോള് കട്ട് ചെയ്യുന്നെങ്കിലും വീണ്ടും വിളിക്കുന്നതിലൂടെ ദേഷ്യപ്പെട്ട് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരും ബേലയുടെ കണ്ടെത്തലുകൾ കേട്ട് ടെൻഷനായി അവൾ എന്ത് ചെയ്ത് തടഞ്ഞിട്ടാണേലും കാർത്തികിന്റെ ഒന്നും അടുത്തേക്ക് വരാൻ അനുവദിക്കരുതെന്ന് സ്ട്രിക്റ്റായി നിർദ്ദേശിക്കുന്നു. ക്ലാസ്സിൽ രാവിലെ ബേലയ്ക്കടുത്തേക്ക് വന്നിരുന്ന കുറച്ചു നേരത്തെ ചിറ്റ്ചാറ്റിന് ശേഷം രൺവീർ ജാൻവിക്കടുത്തേക്ക് ചെന്നിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ബേലയോട് നമ്മുടെ പവേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞോന്നൊരു ചോദ്യം. ഇതുകേട്ട് ജാൻവി ഒന്ന് പതർന്നെങ്കിലും രൺവീറിന് തോന്നിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് വരുന്ന ബഗ്ഗുവിനെ കണ്ട് അടീബ അലിയെ വെച്ച് ഓരോന്ന് കാണിക്കുന്നതിൽ വല്ലാണ്ടായി ഇറങ്ങി പോകുന്നതിന് പിറകെ അലി ഓടിപ്പോയി അവളുമായി നിന്ന് സംസാരിക്കുന്നു. നീ അടിയുമ്പത്തിങ്ങനെ നടക്കുന്നത് എനിക്ക് കാണാൻ വയ്യെന്നും ഇമോഷണലി വളരെ വീക്കാണ്, ക്യാമ്പസിലേക്ക് വരുന്നത് നിർത്താൻ തോന്നുന്നു എന്നൊക്കെ പരിവപ്പെടുന്ന ബഗ്ഗുവിനെ നീ ഇല്ലെങ്കിൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആണെന്നൊക്കെ പറഞ്ഞ അലി പതിയെ അടുത്ത് ഒരു കിസിനുള്ള വക ഉണ്ടാവുന്നതും പെട്ടെന്ന് മിസ്സായി നടന്നു പോകുന്നു. അലി തിരക്കി വന്ന അടീബ ഇത് കാണുമ്പോഴുള്ള ദേഷ്യത്തിനുള്ള അനുഗ്രഹമായി കാണുന്ന മറ്റൊന്ന് ബഗ്ഗു അവിടെ മറന്നു വെച്ചിട്ട് പോയ അവളുടെ ബാഗ്. കായ്ക്ക് ട്രെവറിനോടൊരു താല്പര്യമുണ്ട്. ഇത് ബേല മനസ്സിലാക്കി അവനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ രൺവീറും എത്തുന്നു. അവൻ്റെ ഫ്രണ്ടും കൂടിയാണല്ലോ. ട്രെവർ സ്ട്രെയിറ്റ് ആയിരിക്കുമെന്ന് കായ് ഒതുങ്ങുന്നത് വകവയ്ക്കാതെ എന്തായാലും ഒന്ന് ചോദിക്കുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞ് രൺവീർ മറ്റവനോട് പോയി ചോദിക്കുമ്പോൾ എന്നാൽ അവൻ്റെ ഡേറ്റിന് ഓക്കെ ആണെന്ന് അറിയിക്കുന്നു. ഷോക്കിംഗ്. ട്രെവർ ഡയമണ്ട് ഡീവ എന്നൊരു ചാറ്റൊക്കെ നടന്നതായിരുന്നു നമ്മൾ മുമ്പ് കണ്ടിരുന്നത്. അടീബ ബഗ്ഗുവിൻ്റെ ബാഗിലെ ഡ്രോയിങ് ബുക്കിലെ ചിത്രങ്ങളെല്ലാം പ്രിൻ്റ് എടുത്ത് എന്തോ ഉടായി പൊപ്പിക്കാനുള്ള പ്ലാനിലാണ്. ബാഗ് തിരക്കി നടന്ന് ബഗ്ഗു എത്തി സ്റ്റാഫിനോട് കണ്ടോന്ന് തിരക്കുമ്പോൾ ഏതോ കുട്ടി കൊണ്ടുവച്ചാണെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുമ്പോൾ ജാൻവി ബേലയെ അത്യാവശ്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് ഒരിടത്ത് നിർത്തി പുതിയൊരു അടവ് ഇറക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പവർ ഉണ്ടെന്നും പറഞ്ഞത് കള്ളമല്ല, പക്ഷെ കുറച്ചാഴ്ചകളായി എന്താണെന്നറിയില്ല, വർക്കാകുന്നില്ല. രൺവീറുമായി പ്രശ്നമുണ്ടായതിനു ശേഷം വല്ലാത്ത ഹെഡ് ബ്രേക്കിലാണെന്നും അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെയെന്നും പറയുമ്പോൾ നിന്റെ മമ്മിയോട് ഇത് പറഞ്ഞാൽ എന്താന്ന് ബേല. നിനക്കെൻ്റെ മമ്മി അറിയില്ല, എൻ്റെ മേൽ വലിയ എക്സ്പെക്ടേഷൻസ് ആണ്, എപ്പോഴും ബെസ്റ്റ് ആവാനും ഫോക്കസ് ചെയ്യാനും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ജാൻവി ഇങ്ങനെ പറഞ്ഞ് ഈ അവസ്ഥ വേറെ ആരും അറിയരുതെന്നും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നും പറയുന്നതോടെ ബേലയും കൺവിൻസ്ഡ് ആവുന്നതായി കാണിക്കുന്നെങ്കിലും രണ്ടുപേരുടെയും മനസ്സിൽ വേറെ പ്ലാനുകൾ.